മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഈ നിമിഷം പോകുന്നത്. ഏറ്റവും വലിയ വാർത്ത ദാ കുരുക്കായി മാറുന്ന മൊഴി വിവരങ്ങളാണ് പറയുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കും പിണറായി വിജയനും കുരുക്കായി മാറുകയാണ് ശശിധരൻ കർത്തയുടെ മൊഴി. പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് വീണയ്ക്കും കമ്പനിക്കും പണം നൽകിയത് എന്നാണ് മൊഴി. വീണ CMRLന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നും ശശിധരൻ കർത്ത പറയുന്നു. ഏറ്റവും സുപ്രധാനമായ വിവരമാണ് പുറത്തുവരുന്നത്. മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് എന്നതാണ്. വീണയ്ക്കും പിണറായി വിജയനും പണം നൽകിയത്, അതായത് ഒരു സേവനവും നൽകിയിട്ടില്ല, ഇരുവരുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് പണം നൽകിയതെന്ന മൊഴിയാണ് ശശിധരൻ കർത്തയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വീണയുടെ കമ്പനി എക്സാലോജിക് അത് CMRL നൽകിയ സേവനം, അതിനാണ് ഈ പണം നൽകിയത് എന്ന് പറഞ്ഞായിരുന്നു ഇതുവരെയുള്ള പ്രതിരോധ ശ്രമങ്ങൾ. പക്ഷേ അത് അപ്പാടെ പൊളിഞ്ഞു വീഴുകയാണ്. ശശിധരൻ കർത്തയുടെ മൊഴിയിൽ തന്നെ വ്യക്തമാക്കുകയാണ്, എക്സാലോജിക്ക് ഒരു തരത്തിലുമുള്ള സേവനങ്ങളും CMRLന് നൽകിയിട്ടില്ല. പിണറായിയുമായുള്ള ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ അടുപ്പത്തിൻ്റെ പേരിലാണ് വീണയ്ക്കും വീണയുടെ കമ്പനിക്കും പണം നൽകിയത് എന്നാണ് ശശിധരൻ കർത്തയുടെ മൊഴി. ഒരു സേവനവും എക്സാലോജിക് എന്ന കമ്പനി ഒരു സേവനവും CMRLന് നൽകിയിട്ടില്ല എന്ന ശശിധരൻ കർത്തയുടെ മൊഴിയിലൂടെ വ്യക്തമാവുകയാണ്. എസ് രാഗിൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. രാഗിൻ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതുവരെ പ്രതിരോധിച്ചു നിൽക്കാൻ ശ്രമിച്ചത്, വലിയ സേവനങ്ങൾ നൽകി, അതിനുള്ള പണമാണ്, അതിനുള്ള പ്രതിഫലമാണ് വീണയും എക്സാലോജിക്കുമൊക്കെ CMRL നിന്ന് കൈപ്പറ്റിയത് എന്ന വളരെ ദുർബലമായ പ്രതിരോധമാണ്. ആ പ്രതിരോധവും ഇതാ തകർന്നു വീഴുകയാണ്. എന്താണ് ശശിധരൻ കർത്ത നൽകുന്ന മൊഴിയിൽ പറയുന്നത്? വളരെ സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് നേരത്തെ തന്നെ ഇല്ലാത്ത സേവനത്തിനാണ് ഈ പണം കൈമാറിയിട്ടുള്ളത് ഈ CMRL വീണയുടെ കമ്പനിക്കും എന്ന വാർത്ത അല്ലെങ്കിൽ എന്ന കാര്യം വ്യക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ശശിധരൻ കർത്തയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ന് ED വ്യക്തമാക്കുന്നത്. അതായത് പിണറായിക്കും വീണയ്ക്കും എതിരെയാണ് ആ സ്റ്റേറ്റ്മെന്റ്. 17/4/2024 റെക്കോർഡ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നേരത്തെ ഈ പരിശോധന നടത്തിയ ശേഷം അത് കൺഫേം ചെയ്ത് കിട്ടാൻ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ 2.78 കോടി രൂപ വീണയ്ക്കും വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിനും നൽകിയത് പിണറായിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ്, ആ ബന്ധത്തിന്റെ പുറത്താണ് എന്നതാണ് ശശിധരൻ കർത്ത, CMRL MD ആയിരുന്ന ശശിധരൻ കർത്ത വ്യക്തമാക്കുന്നത്. അത് ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനെയാണ്: ഹി ഓൾസോ അഡ്മിറ്റഡ് പേയ്മെന്റ്സ് ടു ശ്രീമതി വീണ ടി ആൻഡ് മെസേഴ്സ് എക്സാലോജിക് പ്രൈവറ്റ് ലിമിറ്റഡ് വിത്തൌട്ട് സർവീസ് കൺസിഡറിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള പിണറായി വിജയൻ എന്നതാണ് ഈ പറയുന്ന ശശിധരൻ കർത്ത മൊഴി നൽകിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ഈ മൊഴി പിണറായിക്കും അതോടൊപ്പം തന്നെ വീണയ്ക്കും കുരുക്ക് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ കണ്ടുകെട്ടൽ നടപടികളിലേക്കടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകാൻ പോകുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരം ഒരു കാര്യവും കൂടി വ്യക്തമാകുന്നത്. മാത്രമല്ല അതിനുശേഷം പറയുന്ന കാര്യം, ഈ 2.78 കോടി രൂപ വീണയ്ക്കും എക്സാലോജിക്കിനും നൽകിയത് നോൺ എക്സിസ്റ്റന്റ് ERP സർവീസ്, ഈ സർവീസ് ഇല്ലാതെയാണ്. ദിസ് വാസ് കൺഫേംഡ് ബൈ അഡ്മിഷൻസ് ഓഫ് മിസ്റ്റർ SN ശശിധരൻ കർത്ത ആൻഡ് അതേഴ്സ് ഇൻക്ലൂഡിംഗ് ശ്രീമതി വീണ ടി. അതായത് വീണ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഈ സേവനം ഉണ്ടായിരുന്നില്ല എന്ന കാര്യം എന്നുകൂടി ഇപ്പോൾ ED വ്യക്തമാക്കുകയാണ്. അതായത് 2.78 കോടി രൂപ 2017 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ വീണയ്ക്കും എക്സാലോജിക്കിനും CMRL കൈമാറിയത് തികച്ചും നിയമവിരുദ്ധമായി അല്ലെങ്കിൽ അനധികൃതമായി തന്നെ ഒരു ബന്ധത്തിന്റെ പേരിലാണ് എന്ന തരത്തിലുള്ള ആ കണ്ടൻഷൻ അത് ശരിവെക്കുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റായി വന്നിരിക്കുന്നത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപകമായിട്ടുള്ള റെയ്ഡും പരിശോധനയും ഒക്കെ നടന്നിരുന്നു. അങ്ങനെ 242ഓളം അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരുന്നു. അതിന്റെ ആ പണമിടപാടുകളടക്കം ഫ്രീസ് ചെയ്തിരുന്നു. ആ ഫ്രീസിംഗ് നടപടി കൺഫേം ചെയ്ത് കിട്ടാൻ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ED റിപ്പോർട്ട് നൽകണം. ആ റിപ്പോർട്ട് നൽകുന്ന ആ ഒരു അപേക്ഷയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ വീണയ്ക്ക് 5 ലക്ഷവും അതോടൊപ്പം തന്നെ എക്സാലോജിക്കിന് 3 ലക്ഷവും അങ്ങനെ മാസം ആ രീതിയിലാണ് ഈ പണം കൈമാറിയിരുന്നത്. ഇത് ഇല്ലാത്ത സേവനത്തിനാണെന്ന് ED വ്യക്തമാക്കിയിരുന്നു. അത് ശശിധരൻ കർത്തയുടെ അടക്കം സ്റ്റേറ്റ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് ED വ്യക്തമാക്കിയാണ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ വിശദാംശങ്ങൾ ED ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതുവരെ വീണയുടെ 16.5 ലക്ഷത്തോളം രൂപയാണ് ഫ്രീസ് ചെയ്തിരുന്നത്. നേരത്തെ
ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളടക്കം ഉണ്ടായിരുന്നു. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ വീണയ്ക്ക് കരാർ കിട്ടാൻ കാരണം അത് പിണറായി വിജയനുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ പേരിലാണെന്ന സംശയം ഇഡിക്കുണ്ടായിരുന്നു, നിഗമനം ഇഡിക്കുണ്ടായിരുന്നു. കാരണം ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് 2014-15 കാലഘട്ടത്തിലാണ് എക്സാലോജിക്. അങ്ങനെ എക്സാലോജിക്കിന് കൃത്യമായിട്ടുള്ള ഒരു വരുമാന സ്രോതസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ ക്ലയന്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നഷ്ടത്തിൽ പോകുന്നു ആ സ്ഥാപനം. ആ ഘട്ടത്തിലാണ് 2016 LDF സർക്കാർ, ആദ്യ പിണറായി സർക്കാർ വരുന്നത്. ആ പിണറായി സർക്കാർ വന്ന ശേഷമാണ് വീണയ്ക്ക് കരാർ കിട്ടുന്നത്. അത് എക്സാലോജിക്കുമായും അതിനുശേഷം വീണയുമായി തന്നെ 2 കരാറുകൾ, എഗ്രിമെന്റ്സുകൾ ഉണ്ടായിരുന്നു. ആ എഗ്രിമെന്റ്സിന് ശേഷം 2017 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പണം കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഈ 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടങ്ങളിലേക്ക് അടക്കം അന്വേഷണം പോയിട്ടുള്ളത്. ഇപ്പോൾ CMR MD തന്നെ വ്യക്തമാക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്ത നേരത്തെ നൽകിയ മൊഴിയായി ED പങ്കുവയ്ക്കുന്നു, ഇത്തരത്തിൽ പിണറായി വിജയനുമായിട്ടുള്ള ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുമായിട്ടുള്ള ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഈ പണം നൽകിയത് എന്നത്. അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇല്ലാത്ത സേവനമാണെന്ന് വീണ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്ന കാര്യവും കൂടി ED പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ നേരത്തെ വീണയോട് ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും വീണയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ ഉണ്ടായിരുന്നില്ല ഈ സേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മാത്രമല്ല, ഇമെയിലുകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കോടി രൂപ ഒരു കമ്പനിക്കും വീണയ്ക്കും വരുമ്പോൾ അതിന്റെ തെളിവുകൾ ആവശ്യമുണ്ട്. അതിന് വീണ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് താൻ നേരിട്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നത്, നേരിട്ട് ഗൈഡൻസ് കൊടുക്കുകയായിരുന്നു എന്നതാണ്. അതൊന്നും ED വിശ്വസിച്ചിരുന്നില്ല. എന്തായാലും വീണയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഈ CMR MD ആയിരുന്ന ശശിധരൻ കർത്തയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഉണ്ട് താനും. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള മൊഴികൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതെന്നാണ്. പണം കൈമാറാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു തട്ടിപ്പ് കരാർ എന്നത് കൂടുതൽ വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഈ 2.78 കോടി നൽകുക, അതിനുശേഷം CMRന്റെ തന്നെ ഈ ശശിധരൻ കർത്തയുടെ തന്നെ ഉടമസ്ഥയിലുള്ള ഒരു പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ ലോണാണ് വിധിക്കുന്നത്. അപ്പോൾ പണം നൽകണം, പണം വാങ്ങിക്കൂട്ടണം, അതിന് നാട്ടുകാരുടെ മുമ്പിൽ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ കരാർ ഉണ്ടാക്കി മാറ്റുക. പക്ഷേ ആ കരാർ ഈ പണം കൈമാറ്റത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ഒരു നയാ പൈസയുടെ സേവനം പോലും തിരിച്ചങ്ങോട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഈ പണം നൽകിയ ആൾ തന്നെ സമ്മതിക്കുന്നു. അല്ലെങ്കിൽ വീണയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു സേവനവും നടന്നിട്ടില്ല എന്ന മൊഴി, ഇതെല്ലാം മൊഴികളുള്ളതായി ഇടിയിൽ നിന്ന് വരുന്ന വിവരങ്ങളാണ്. അപ്പോൾ അതായത് പൂർണ്ണമായും ഒരു തട്ടിപ്പ് കരാറായി മാറി എന്നതാണ്. അതാണിപ്പോൾ ശശിധരൻ കർത്തയുടെ മൊഴി തന്നെ വ്യക്തമാക്കുന്നത്.